ഹലോ. നമ്മളിത് മൂന്നാർ ഒരു ട്രിപ്പ് പോയപ്പോൾ എടുത്തതാണ്. നിങ്ങൾക്ക് ഡേറ്റ് അതിൻ്റെ മുകളിൽ കാണാം. ഇത് നമ്മുടെ ഡാഷ് ക്യാമിലുണ്ടായ ഒരു വീഡിയോ ആണ്. ഒരു ആക്സിഡൻ്റ് ആണ് ഇത്. ഇപ്പം പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരിപ്പം മൂന്നാർ ട്രിപ്പും അല്ലെങ്കിൽ ഹിൽ സ്റ്റേഷനിലേക്കും പോകുന്നുണ്ട്. എല്ലാവരും സ്വന്തം വണ്ടിയിലായിരിക്കും പോകുന്നത്. ഡേ നൈറ്റ് ഡ്രൈവൊക്കെ കാണും. പക്ഷേ നമുക്ക് പരിചയമില്ലാത്ത റോഡുകളാണ്. ഒരുപാട് വളവുകളുണ്ട്, ഒരുപാട് വളവും തിരിവൊക്കെ ഉണ്ട്. നമുക്കറിയില്ല ആ ഒരു വളവിനപ്പുറം എന്താണ് വരുന്നത്. ഒരു സ്കൂട്ടറോ ബൈക്കോ കാറോ ലോറിയോ ബസ്സോ ഒന്നും അറിയില്ല. അതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ച് വളവുകളുമൊക്കെ മിതമായ സ്പീഡിൽ ഹോണൊക്കെ അടിച്ചിട്ട്, രാത്രിയാണെങ്കിൽ എസ്പെഷ്യലി നല്ല രീതിയിൽ സൂക്ഷിക്കുക. ഹെഡ്ലൈറ്റ് എപ്പോഴും ഡിം ചെയ്യാൻ നോക്കുക. ഇത് കണ്ടില്ലേ, അങ്ങ് എക്സ്ട്രീം എൻഡിലാണ് പോയിടിച്ചേക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്ത് കാരണം കൊണ്ടാണ് തട്ടിയതെന്ന് അറിയില്ല. പക്ഷെ നമുക്ക് സ്ത്രീകളും കുട്ടികളും ഒക്കെ റോഡിലാണ്. ആരുടെയോ കുഴപ്പം കൊണ്ട് വലിയ വലിയ പ്രശ്നങ്ങളൊന്നും കാണില്ല. എന്നിരുന്ന് കഴിഞ്ഞാലും ആ വണ്ടി കിടക്കുന്ന ഇത് കണ്ടില്ലേ, ട്രാവലർ അങ്ങ് എൻഡിലാണ് കിടക്കുന്നത്. കാറ് വളവ് തിരിഞ്ഞിട്ട് വന്ന് ഇടിച്ചതാണ്. ആർക്കൊന്നും പറ്റാതിരിക്കട്ടെ. അതുകൊണ്ട് യാത്ര പോകുമ്പോൾ എസ്പെഷ്യലി ഹിൽ സ്റ്റേഷനിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക. ഈ അടുത്തിടയ്ക്ക് വണ്ടി ഓടിക്കുമ്പോൾ വേണ്ടുന്ന നിയമങ്ങളെക്കുറിച്ചൊക്കെ ആരും നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ ആരും പറഞ്ഞു തരാത്തൊരു വീഡിയോ കണ്ടിട്ടുണ്ട് ഞാൻ. ഒരു യൂട്യൂബ് ചാനൽ തന്നെയാണ്. നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, വരകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് കൂടി അതിനകത്ത് ആഡ് ചെയ്യാം. ആ വീഡിയോ ചിലപ്പോൾ കോപ്പിറൈറ്റ് ആവും. മറ്റൊരാളുടെ സാധനം നമ്മൾ അടിച്ചു മാറ്റുന്നത് ശരിയല്ലല്ലോ. ഇപ്പം ഉണ്ട്, ലൈറ്റൊക്കെ കണ്ടില്ല എല്ലാത്തിൻ്റെയും. അപ്പം ഹെഡ്ലൈറ്റൊക്കെ ഡിം ചെയ്ത് പോവുക. ആ വീഡിയോ കാണുക. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിനകത്ത് ഷെയർ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പം എല്ലാവരും സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക. എസ്പെഷ്യലി ഹിൽ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത റോഡുകളാണ്. എത്ര വലിയ ഡ്രൈവറാണെങ്കിലും അപകടം വരാൻ വലിയ താമസമൊന്നുമില്ല. പക്ഷേ സൂക്ഷിക്കുക. ആംബുലൻസ് പോകുന്നു. ശരി.